5 വർഷത്തോളം ഇടതു പിന്തുണയിൽ തൃശൂർ മേയറായ കെ വർഗീസ് വീണ്ടും കോൺഗ്രസിലേക്ക് മടങ്ങിപ്പോകുന്നു. കഴിഞ്ഞ പ്രാവശ്യം കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് കോൺഗ്രസ് നിഷേധിച്ചതോടെ 5 വർഷം മുൻപ് കോൺഗ്രസ് വിട്ട് സ്വതന്ത്രനായി മത്സരിച്ച് കെ വർഗീസ് ജയിച്ചിരുന്നു. തുടർന്ന് ഇടതുമുന്നണി പിന്തുണയോടെ കഴിഞ്ഞ 5 വർഷം മേയറുമായിരുന്നു. നിലവിൽ കോൺഗ്രസിലേക്ക് മടങ്ങുകയാണെന്നും തൃശൂർ സ്ഥാനാർത്ഥി രാജൻ പല്ലന് പിന്തുണ നൽകുന്നു എന്നും കെ വർഗീസ് മാധ്യമങ്ങളോട് പറഞ്ഞു. കോൺഗ്രസിലേക്ക് മടങ്ങിപ്പോകുന്നത് നിരുപാധികമാണെന്ന് അദ്ദേഹം അറിയിച്ചു. കുടുംബത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ് ഇത്, കർ വാപ്പസി എന്നാണ് കെ വർഗീസ് പറഞ്ഞത്. അന്നത്തെ സാഹചര്യത്തിൽ സ്വതന്ത്രനായി മത്സരിച്ചതാണെന്നും കോൺഗ്രസിൽ നിന്ന് തന്നെ പുറത്താക്കിയതല്ലെന്നും വർഗീസ് കൂട്ടിച്ചേർത്തു. തന്റെ കോൺഗ്രസിലേക്കുള്ള മടങ്ങിവരവ് നിരുപാധികമാണ്, ഉപാധികളൊന്നുമില്ല. രാജൻ പല്ലൻ വലിയ ഭൂരിപക്ഷത്തിൽ തൃശൂരിൽ നിന്ന് ജയിക്കുമെന്നും ചിലപ്പോൾ മന്ത്രിയാകുമെന്നുമാണ് വർഗീസിന്റെ അഭിപ്രായം. വർഗീസ് തിരിച്ചു വരുന്നുവെന്ന വാർത്ത കേട്ട് ഒട്ടേറെ പേരാണ് പ്രതിഷേധവുമായി സോഷ്യൽ മീഡിയയിൽ അഭിപ്രായങ്ങൾ പങ്കുവച്ചത്. ഉള്ളതെല്ലാം നക്കി കുടിച്ചു, ഒരു MP സ്ഥാനം കളഞ്ഞു കുളിച്ചു, ഈ നായയെ വീണ്ടും തിരിച്ചെടുക്കണോ എന്നാണ് ഒരാൾ കമന്റ് ചെയ്തത്. ചതിയന്മാരെയും അവസരവാദികളെയും അടുപ്പിക്കരുത്. UDF ഭരണം പിടിക്കുമെന്നായപ്പോൾ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി പാർട്ടിയെ ഒറ്റുകൊടുത്തവന്മാരെല്ലാം അടുത്തു തുടങ്ങി. കുടുംബത്തിലേക്ക് വന്നാലും കുറച്ചുനാൾ ചായ്പിൽ കിടക്കാനുള്ള അനുവാദം മാത്രമേ കൊടുക്കാവൂ. ഇയാളെ സ്വീകരിക്കാതിരിക്കുന്നതാണ് കോൺഗ്രസിന് അഭികാമ്യം. കാരണം ഇയാളുടെ നിലപാടുകൾ കോൺഗ്രസ് പോലൊരു പ്രസ്ഥാനത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് വ്യക്തമായി കണ്ടതാണ്. ഈ നാറിയെ ഇനി അടുപ്പിക്കരുത്. നിർണായക സമയത്ത് പാരവെച്ചവൻ, കുടുംബത്തെ തള്ളി പറഞ്ഞു പോയവനെ വീണ്ടും ആ കുടുംബത്തിന്റെ പുറത്തുള്ള ബാത്റൂമിൽ പോലും കയറ്റരുതെന്നാണ് മറ്റൊരാൾ കുറിച്ചത്. കെ വർഗീസിന്റെ വരവ് കൊണ്ട് കോൺഗ്രസിന് ദോഷമോ ഗുണമോ? ആത്മാർത്ഥത മാത്രം കൈമുതലായുള്ള കോൺഗ്രസ് പ്രവർത്തകർ കെ വർഗീസിനെ കോൺഗ്രസിലേക്ക് തിരിച്ചെടുക്കുന്നതിനെ സ്വാഗതം ചെയ്യുകയില്ല. അവരുടെ ഉള്ളിൽ എതിർപ്പുണ്ടാകും. ആ എതിർപ്പ് BJPക്ക് ഗുണം ചെയ്യും. ഈ അധികാരമോഹിയെ ഒറ്റപ്പെടുത്തുക, പുകഞ്ഞ കൊള്ളി പുറത്തു തന്നെ. ജില്ലാ നേതൃത്വം പ്രവർത്തകരുടെ മനോവീര്യത്തെ ചോദ്യം ചെയ്യരുതെന്നാണ് മറ്റൊരാളുടെ കമന്റ്. ഒരു കോർപ്പറേഷൻ ഭരണം 5 വർഷത്തേക്ക് തട്ടിത്തെറിപ്പിച്ചവൻ, എതിരാളികളുടെ പാളയത്തിൽ ചെന്ന് അഹങ്കാരം കാണിച്ചവൻ, അവന് വേണ്ട, അധികാരം കിട്ടുമെന്നായപ്പോൾ മണപ്പിച്ചു വരുന്നു. KPCCയും DCCയും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. 5 വർഷം ബൂത്ത് കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിട്ട് വരാൻ പറയുക. പ്രവർത്തകരുടെ പ്രയാസങ്ങൾ മനസ്സിലായാൽ എവിടെയും പോവില്ലെന്നുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ കൊഴുക്കുന്നത്. അതേപോലെ കഴിഞ്ഞ ദിവസം ജനാധിപത്യ കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ സെക്രട്ടറി ജോർജ് മരങ്ങോലി രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നിരുന്നു. VD സതീശന്റെ പുതിയ യാത്രയിൽ ഒട്ടേറെ പ്രാദേശിക നേതാക്കൾ, വിവിധ പാർട്ടിയിലുള്ളവർ കോൺഗ്രസിൽ ചേർന്നിരുന്നു.